സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലം ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പുനർചിന്തനത്തിൻ്റെ കാലഘട്ടമാണ്. ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നതിനും കഴിഞ്ഞ കാലത്തിലെ കുറവുകൾ മനസ്സിലാക്കി അത് പരിഹരിച്ച് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ആത്മീയ ജീവിതത്തിൽ വളരുന്നതിനും സഭാജീവിതത്തിൽ കൂടുതൽ ശക്തിപ്പെടുന്നതിനും ഈ നോമ്പുകാലം നമ്മെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ നോമ്പുകാലം ഒരു പ്രത്യാശയുടെ അനുഭവമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും മാറട്ടെ എന്ന് ഏറെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന മനോഹരമായ യേശുവിൻ്റെ ഒരു ഉപമയുണ്ട്. ഒരു യജമാനൻ പ്രതീക്ഷയോടുകൂടി അത്തിവൃക്ഷം നട്ടുപിടിപ്പിക്കുകയാണ്. അതിന് ഫലമുണ്ടോ എന്ന് നോക്കാനായിട്ട് അദ്ദേഹം വന്നപ്പോൾ അതിന് ഫലം കാണുന്നില്ല. 3 വർഷമായി ആ അത്തിവൃക്ഷം ഫലം തരാത്ത അത്തിവൃക്ഷമാണ്. 3 വർഷമായിട്ടും ആ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം തോട്ടക്കാരനെ വിളിച്ച് പറയുകയാണ്, ഈ അത്തിവൃക്ഷം നശിപ്പിച്ച് കളയുക. പക്ഷേ തോട്ടക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, യജമാനനെ 1 വർഷം കൂടി അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. ദൈവം നമ്മുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകുന്നവനാണോ എന്ന് പലരും സംശയിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും അത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയും, ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കാരുണ്യമാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാരുണ്യമാണ് ദൈവത്തിൻ്റെ സ്വഭാവം. വിശുദ്ധ കുർബാനയിൽ നിരവധി തവണ ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി നമ്മൾ പ്രഘോഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും ഏറെ പ്രത്യാശ നൽകുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഈ ഉപമയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന 3 പ്രധാനപ്പെട്ട സത്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ ക്ഷമയാണ്. ദൈവം നമുക്ക് നിരവധി തവണ അവസരം നൽകുന്നുണ്ട്. നമുക്ക് പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടാകും, പല പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടാകും, പല അബദ്ധങ്ങളും ചിലപ്പോൾ സംഭവിച്ചേക്കാം. പാപവഴിയിലൂടെ നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ സഞ്ചരിച്ചെന്ന് വരാം. പക്ഷേ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു വന്ന് അതിൽ നിന്നും തിരികെ വരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നവനല്ല, ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവം നമുക്ക് സമയം നൽകുന്നുണ്ട്. 1 വർഷം കൂടി അത് നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ് അവിടെ വെളിപ്പെടുന്നത്. ദൈവം നമുക്ക് സമയം നൽകും, വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകും. തിരികെ വന്ന് പശ്ചാത്താപത്തിലേക്ക് വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാൻ വീണ്ടും വീണ്ടും അവൻ നമ്മെ മാടി വിളിക്കും. ഒരിക്കലും നമ്മെ അവൻ തള്ളിക്കളയുകയില്ല എന്നുള്ളത് വലിയൊരു പ്രത്യാശയാണ്. ഈ പ്രത്യാശയാണ് നോമ്പുകാലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും. രണ്ടാമതായി, ഈ ഉപമ നമുക്ക് നൽകുന്ന സന്ദേശം പരിവർത്തനത്തിനുള്ള ഒരു പരിശ്രമമാണ്. കർഷകരായ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ചെടിയുടെ ചുവട് കിളക്കുക എന്നുള്ളത്. എങ്ങനെയുള്ള മണ്ണാണ് കിളയ്ക്കുന്നത്? അത് കാഠിന്യമേറിയതും ഉറപ്പായിട്ടുള്ള മണ്ണാണ് കിളയ്ക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ആ മണ്ണങ്ങനെ കിളയ്ക്കുന്നതെന്നും നമുക്കറിയാം. അവിടെ വേരോട്ടമുണ്ടാകാനും തണുപ്പുണ്ടാകാനും ചെടിക്ക് സുഗമമായി വളരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പരിവർത്തനത്തിന് വേണ്ടി ദൈവം നമ്മെ ഒരുക്കുകയാണ്. ഈ ഹാർഡായിട്ടുള്ള കഠിനമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ ഒന്ന് ഉഴുതുമറിക്കാൻ, ഒന്ന് കിളച്ച് മറിക്കാൻ, ഒന്ന് പരുവപ്പെടുത്തിയെടുക്കാൻ, ഒന്ന് മൃദുവാക്കിയെടുക്കാൻ. എന്തിനു വേണ്ടിയാണ്? അതിൽ കൃപയുടെ വേരോട്ടം നടക്കണം, സ്നേഹത്തിൻ്റെ വേരോട്ടം നടക്കണം, ദൈവസ്നേഹത്തിൻ്റെ വേരോട്ടം നടക്കണം, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൻ്റെ വളർച്ച അവിടെ സംഭവിക്കണം. അപ്പോൾ ഇങ്ങനെ കാഠിന്യമേറിയ നമ്മുടെ ജീവിതത്തെ, ഹൃദയത്തെ, സ്വഭാവത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പരുവപ്പെടുത്തിയെടുക്കാനും മൃദുവാക്കാനും മറ്റുള്ളവരോട് തുറവയുണ്ടാകാനും അതുവഴി ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ അടുപ്പിക്കുന്നതിനും ഈ നോമ്പുകാലം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മൂന്നാമതായി, കൃപയുടെ പോഷണമാണ്. ചുവട് കിളച്ച് ആ കൃഷിക്കാരൻ ചെയ്യുന്നത് എന്താണ്? ആ ചെടിക്ക് വളമിടുകയാണ്. ഈ വളമിടുക എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃപ സമൃദ്ധമായി ഒഴുകുന്നതിന്, കൃപയിൽ വളരുന്നതിന്,
ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ശക്തിപ്പെടുന്നതിന് വളമായിട്ട് നിൽക്കുന്നത് ദൈവവചനമാണ്. അതോടൊപ്പം തന്നെ ആരാധനാക്രമമാണ്, വിശ്വാസ പരിശീലനങ്ങളാണ്, പ്രാർത്ഥനാ ജീവിതമാണ്, കൂദാശകളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന വളമായിട്ട് നൽകപ്പെടുന്നത്. മൂന്നാമതായി കൃപയുടെ പോഷണമാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു ചെടി അത് വളരണമെങ്കിൽ അതിന് തക്ക സമയത്ത് വളമിടണം, വെള്ളമൊഴിക്കണം, അതിൻ്റെ ചുവട് കിളയ്ക്കണം, അതിനാവശ്യമായ പരിചരണം നൽകണം. ആത്മീയ ജീവിതത്തിൽ അതിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ വളരണമെങ്കിൽ ഈ കൃപയുടെ സമൃദ്ധി, കൃപയുടെ പോഷണം നമുക്ക് ആവശ്യമാണ്. ഇത് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ സജീവമായ പങ്കാളിത്തം, വിശുദ്ധ കുർബാന സ്വീകരണം, ഒപ്പം തന്നെ ദൈവവചനം നിരന്തരമായിട്ട് വായിക്കുന്നതും വിശുദ്ധ കൂദാശകളിൽ വളരെ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നതും നമ്മുടെ അനുദിനമുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ ശ്രദ്ധാപൂർവം, പ്രത്യേകിച്ചും കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുചേരുന്നതും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതും ദാനധർമ്മം നടത്തുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും പരിത്യാഗ പ്രവർത്തനങ്ങൾ അനുദിന ജീവിതത്തിൽ നടത്തുന്നതുമൊക്കെ ഈ കൃപയുടെ പോഷണത്തിന് നമ്മെ സഹായിക്കും. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.